വിഷ്ണു നീ എവിടാടാ? വിഷ്ണു എടാ വിഷ്ണു വിഷ്ണു എന്ന് വിളിക്കുന്നല്ലാതെ വിഷ്ണു ആണ് ഇതുവരെ വന്നില്ലല്ലോ നീ എന്റെ വിളി കേട്ടിട്ട്. അണ്ട താൻ എന്നോട് രക്ഷപ്പെട്ടിരുന്നു. ഞാൻ ഒറ്റയാണ് ഇതിന് മൊത്തം കാരണക്കാരൻ. അയ്യോ ഞാൻ എന്തോ ചെയ്ത്? എടാ താൻ ഇവിടുത്തെ അമ്പലത്തിൽ ആരാണ്? പ്രസിഡന്റ്. ആണാ? താനൊന്ന് ചിരിച്ചേ. കൊള്ളാം. താൻ അവിടെ സ്റ്റേജിൽ കയറി കാണിച്ചു എന്തുവാ? കുച്ചിപ്പൊടി. താൻ ഒന്നുകൂടെ ഒന്ന് ചിരിച്ചേ. ലോറിയിൽ കൊണ്ടുപോകുന്ന രാക്ഷസന്റെ ഫ്ലോട്ട്, അല്ലാതെ കുച്ചിപ്പൊടി മേലെ പറയാനായിട്ട് നിൽക്കരുത്. ഫ്ലോട്ട് നീ എന്നെ വിളിച്ചത്? പിന്നല്ലാതെ ഇവിടെ താൻ ആ അമ്പലത്തിന്റെ സൈഡിൽ ഞാൻ മര്യാദക്ക് അവിടെ ആനയെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുവായിരുന്ന ആ സമയത്ത് താൻ കുച്ചിപ്പൊടി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിച്ച് അത് കണ്ടോണ്ടാണ് എന്റെ ആന ചകലെ പൊട്ടിച്ച് ഓടി കാട്ടിലോട്ട് കയറിയത്. മനസ്സിലായോ? എന്റെ ഡാൻസിന്റെ കുഴപ്പമല്ലെന്ന്. പിന്നല്ലാതെ സാധാരണ ഈ ആന എങ്ങനെയാണ് തളയ്ക്കുന്നത്? ഒന്നീ തെങ്ങില് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള മരത്തില്. നീ എവിടെ തളച്ചത്? നീ വാഴയിലല്ലടാ നീ ആന തളച്ചത്. എന്തുകൊണ്ട് ഞാൻ അതിനെ വാഴയെ തളച്ചി? അത്രയ്ക്കും പാവപ്പെട്ട ഒരു ആന ആയതുകൊണ്ടാണ് ഞാൻ അതിനെ വാഴയെ തളച്ചു വെച്ചത്. ആ പാവപ്പെട്ട ആനയാണ് കുച്ചിപ്പൊടി കളിച്ച് താൻ പേടിപ്പിച്ചു വിട്ടത്. മനസ്സിലായോ? എന്താണെന്ന് എനിക്കറിയാമോ? 10 വർഷമായിട്ട് ഞാൻ എന്റെ മുതലാളിയുടെ കൂടെ നിൽക്കുവാണ്. ആദ്യമായിട്ടാണ് പുള്ളി കണ്ടെത്തി രാജൂര് വിളിക്കുന്നത്. അതേത് ആന? ആനയല്ല എന്റെ അച്ഛൻ. നൈസായിട്ട് പുള്ളി തന്തയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. കാരണം പുള്ളി ആനയല്ലേ കയറിപ്പോയത്. നിനക്ക് 10 വർഷം, ഞാൻ 40 കൊല്ലോട് നടക്കുന്നത് എന്റെ അരങ്ങേറ്റത്തിന്, കുച്ചിപ്പുടി അരങ്ങേറ്റം നടക്കുന്നത്. അത് നിനക്ക് വിഷമമില്ല? ആവി പിടിക്കേണ്ട പ്രായത്തിൽ അരങ്ങേറ്റം കൊണ്ടാക്കാൻ നടക്കുന്നത് ഞാനിത് എന്തോ പറയാനാണെന്നാണ് ആലോചിക്കുന്നത്. നീ കിടന്ന് ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ ആനയെ ബുക്ക് ചെയ്താൽ ഞാൻ തന്നെയാണ്. അതാണ്. അപ്പൊ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട്. നിന്റെ ആനയെ ഞാൻ കൊടുത്തരും. അതിനാണ് ഒരു മയക്ക് മേടിക്കാരനെ ഞാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഈ മയക്ക് മേടിക്കാരൻ വരൂന്ന് പറഞ്ഞാൽ ഇതുവരെ ആളെ ഇങ്ങോട്ട് കാണുന്നില്ല. പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നു മയക്ക് മേടിക്കാരൻ. വന്നില്ലല്ലോ. പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നു മയക്ക് മേടിക്കാരൻ. വന്നില്ലല്ലോ. ഇങ്ങനെ പണയുമ്പോഴാണ് വരേണ്ടത്. വരാത്ത എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്തൊരു കഷ്ടമാണെന്ന്. അയ്യോ ദാണ്ട മുതലാളി വിളിക്കുന്നു. ഹലോ. അയ്യോ കണ്ടെത്തി രാജുവിനെ വിളിക്കല്ലേ മുതലാളി, വിളിക്കല്ലേ. സത്യസത്യമായിട്ട് പറയല്ലോ, ഞാൻ എന്തോ ചെയ്യാനാണ്? ആന ഓടിപ്പോയതല്ലേ, കുഴപ്പമില്ല. ഇപ്പൊ എന്തായാലും മയക്ക് വെടി വെക്കാനുള്ള ആള് വരും. ഉടനെ അതിന്റെ എന്തായാലും മയക്ക് വെടി വെച്ച് പിടിക്കും. മുതലാളി വെച്ചോ, ഞാൻ എന്തായാലും അങ്ങോട്ട് വിളിക്കാം. ശരി. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇതാണ്, ഇവിടെയാണ് എന്റെ കളിയും ചിരിയൊക്കെ നടക്കുന്നത്. എന്താ സാറിന്റെ അഭിപ്രായം? അല്ല, അതിനെപ്പറ്റി ഞാൻ എന്തോ അഭിപ്രായം പറയാൻ. നമുക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ല. സംഭവം ഓരോരുത്തരെ ഇഷ്ടം അനുസരിച്ചല്ലേ കാര്യങ്ങൾ ഇങ്ങനെ നമുക്കത് പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല സാർ, ഞാൻ ഈ സ്ഥലത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ സ്ഥലത്തിന്റെ ഇല്ലല്ലാതെ സാർ, ഇവിടെ വന്ന ആന നിന്നു, എന്നിട്ട് അങ്ങോട്ട് ഒരൊറ്റ പോക്കാ പോയത്. അങ്ങോട്ടാണോ? അപ്പൊ അങ്ങോട്ട് പോണ്ട. അങ്ങോട്ട് പോട്ടെ. അല്ല, നിങ്ങൾ അങ്ങോട്ട് പോണ്ട, ഞാൻ അങ്ങോട്ട് പോവാം. അത് കുഴപ്പമില്ല. വേറൊരു കാര്യം. എന്താണ്? സാറിനെ ഞാൻ വിളിക്കട്ടോ എന്ന് ചോദിച്ചപ്പോ ഇവിടെ പലർക്കും താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു. ഓ തന്നെ അങ്ങനെ ഉണ്ട്. പിന്നെ എന്റെ പ്രത്യേക നിർബന്ധ പ്രകാരമാണ് സാറിനെ ഞാൻ ഇവിടെ വലിപ്പിച്ചേ. അല്ല, ഇടോ, അവിടെ എന്നെ വലിപ്പിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരേണ്ടത് വിളിപ്പിച്ചെന്നാ സാർ. വിളിപ്പിച്ചെന്നാ പറഞ്ഞത്. പിന്നെ ആ നിക്കുന്ന ആനക്കാരനാ പാപ്പാനാ. പുള്ളിക്ക് തീരെ താല്പര്യക്കുറവുണ്ട്. അത് ഞാൻ സംസാരിക്കാം. എവിടാടാ വിഷ്ണു? എവിടാടാ? ഇത് എവിടെ നോക്കിയാലും ഈ സംഭവം തന്നെ. വിഷ്ണു എവിടാ? ഈ വിളിക്കുന്ന കേൾക്കുന്ന അങ്ങോട്ട് പോയി സംസാരിച്ചാ പോരെ? വിഷ്ണു എന്നുള്ള ആനയുടെ പേരാണ് സാറേ. ആനയുടെ പേരാണ്. അല്ല മാഷേ, വരും. എന്താ സംഭവം? എന്താ? കജാകുജാന്നൊന്നും പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം നടക്കൂല. വ്യക്തമായിട്ട് പറഞ്ഞാലേ മനസ്സിലാവും. ഇവിടെ ബോധം കെട്ട് വീണാ പൊക്കെടുത്ത് വെച്ച് കളിപ്പിക്കുന്ന ഫ്ലോറാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഞാൻ രാത്രി ഒരു 8:30 ആയപ്പോഴത്തേക്ക് എന്റെ ആനയെ ഞാൻ കൊണ്ട് തളച്ചപ്പോഴത്തേക്കുമാണ് അമ്പലത്തിൽ നിന്ന് മറ്റേ ഡാൻസ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ സ്റ്റേജിന്റെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കുവേ നമ്മുടെ ലേഡീസ് സ്റ്റോറിൽ പോകുന്ന മഞ്ജു ചേച്ചി മോള്. മഞ്ജു ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ട് ഇത്രയുള്ള മുടിയൊക്കെ വെച്ചിട്ട് മറ്റേ ഈ കയ്യില്ലാത്ത ബ്ലൗസ് ഒക്കെ ഇട്ടുണ്ട്, നല്ല മുല്ലപ്പൊക്കെ വെച്ച് നല്ലൊരു. അപ്പൊ ചേച്ചി നേരെ മോളെ കൊണ്ട് കയറിട്ട് ചേച്ചി നേരെ സൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അല്ലല്ല, അത് വിട. ആനയുടെ കാര്യം പറ. ഞാനൊരു 8:30 മണിയായപ്പോഴത്തേക്കും ആനയെ തളച്ചല്ലോ. തളച്ച സമയത്താണ് നേരെ ഈ അനൗൺസ്മെന്റ് വരുന്നത്, ഡാൻസ് തുടങ്ങണത്. ഈ സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ലേഡീസ് സ്റ്റോർ നടത്തുന്ന മഞ്ജു ചേച്ചി മോളും കൂടിക്ക് വന്നു. ഈ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മോളെ സ്റ്റേജിനകത്തോട്ട് കയറി. നീ വളച്ച കഥ വിട്ടിട്ട് തളച്ച കഥ പറയടാ. ഇത് എന്താണ് സംഭവം? എന്താണെന്ന് പറ. അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ആ കൊച്ചു കളിക്കാനായിട്ട് നിന്നപ്പോഴത്തേക്ക് ദാണ്ട ഈ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആ കൊച്ചിനെ മാറ്റിയിട്ട് പുള്ളി കരകയറണമെന്ന് പറഞ്ഞോണ്ട് നേരെ സ്റ്റേജിനകത്തോട്ട് കയറി ഇരുന്നിട്ട് തതാങ്ക് തകച്ചോന്ന് പറഞ്ഞോണ്ട് ഒരു കുച്ചിപ്പൊടിയൊക്കെ കളിച്ചു. ഈ സമയത്ത് മടലൊടിയുന്ന ഒരു ഒച്ച ഞാൻ കേട്ടു. അപ്പോഴേ ഞാൻ പുറത്തു നിന്ന് പറഞ്ഞാണ് ഇനി ബാക്കി കളിക്കല്ലേ എന്ന്. പുള്ളി അത് ശ്രദ്ധിച്ചില്ല. തജാങ്ക് തകച്ചൊക്കെ തച്ചോൻ ചതച്ചോ എന്ന് പറയുന്നതും ചങ്ങല പൊട്ടുന്നതും സ്റ്റേജിന്റെ ഒരു സൈഡും കൊണ്ടൊരു പോക്കാണ് ഞാൻ കണ്ടത്. 16 മൈലുകളാണ് അവിടെ ഡാൻസ് കളിച്ചോണ്ടിരുന്നത്. ആന ഓടിയതിനു ശേഷം ഒറ്റ മൈലുകളെ ഞാൻ കണ്ടിട്ടില്ല. അത് തന്നെയല്ല, അതിന്റെ ഇടയ്ക്ക് പുലി ഉണ്ടായിരുന്നു. സ്റ്റേജിന്റെ അടിയിൽ നിന്നാണ് പുലിയെ കിട്ടിയത്. ഈ പുള്ളിക്കാരൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്.
എടാ മഞ്ഞ പോളി നിനക്ക് എന്തേറ്റ കുഴപ്പമാടാ നിനക്ക് മഞ്ഞ പോളി നിനക്ക് എന്തേറ്റ കുഴപ്പമാടാ നിനക്ക്? അല്ല സാറേ ഇവ എന്റെ ഡാൻസ് കണ്ടിട്ടുണ്ടാ എന്നിട്ടല്ലേ ഇവൻ അഭിപ്രായം പറയേണ്ടത്? ഇതിനെക്കാട്ടി മുട്ടക്കാട്ട് അമ്പലത്തിൽ ഞാൻ പരിപാടി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിപ്പങ്കോട് ദേവി ക്ഷേത്രത്തിൽ. ചിപ്പങ്കോട് ദേവി ക്ഷേത്രത്തില് എന്റെ അരങ്ങേറ്റം വെച്ചിരുന്നു. അവിടെ അരങ്ങേറ്റം വെച്ചതും അവിടുത്തെ വിഗ്രഹം ആരോ മോടിച്ചോണ്ട് പോയി. അത് മോട്ടിച്ചോണ്ട് പോയതല്ല, ഇവൻ ഇവിടെ ഡാൻസ് കളിച്ചപ്പോഴേക്കും ദേവിക്ക് ഇഷ്ടപ്പെടാതെ ചിലപ്പോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പോയതായിരുന്നു. നീ ആരുടെ സംസാരിച്ചത്? ഇവ കുറെ നേരത്തെ എന്നെ കളിയെടുത്ത നീ പ്രസിഡന്റ് അടുത്ത് സംസാരിക്കതാ. അല്ല മാഷേ, ഇതൊക്കെ എന്താണ് കുഴപ്പം? എടാ എന്താണ് കുഴപ്പം? ഞാൻ അങ്ങോട്ട് വന്നാണത്. എടാ എനക്ക് എന്താ നീ എന്റെ ചെറിയ കാര്യം? ഞാൻ അമ്പലത്തിലല്ല പ്രസിഡന്റ് അല്ലടാ. നീ ബഹുമാനം വേണ്ടടാ. ഇവൻ എന്നെ അറിഞ്ഞൂടാ. ഇവന്റെ എന്റെ ഡാൻസ് അവരെ ഞാൻ കാണിക്കും. നാളെ 1001 പെണ്ണുങ്ങള് പൊങ്കാലുന്നുണ്ട്. അവിടെ എന്റെ അരങ്ങേറ്റം ഞാൻ വെക്കും. നിന്നെ ഞാൻ ഡാൻസ് കാണിക്കൂടാ. എടാ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് പോണത്? ഓരോരുത്തര് പൊങ്കാല കാലത്തിന് അടി മേടിക്കണമെന്ന് തീരുമാനിക്കട്ടെ. കിട്ടട്ടെ. നിനക്കെന്താണ് കുഴപ്പം? ഇതിപ്പോ ഞാൻ പറഞ്ഞ കുഴപ്പം അതെന്തെങ്കിലും ആട്ടെ. എന്റെ വിഷ്ണുവാണ് കാട് കയറിയിരിക്കുവാണ്. എനിക്ക് മുതലാളിയുടെ അടുത്തോട്ട് എത്രയും പെട്ടെന്ന് അവനെ കൊണ്ടുപോകണം. എങ്ങനെയെങ്കിലും ഒന്ന് മയക്കോടി വെച്ചതാന്ന്. അല്ല ഈ ആന എങ്ങനെ ഇരിക്കൂടാ ഇത്? ആന എങ്ങനെ ഇരിക്കും? ഇതിനു മുമ്പ് എത്ര ആനയെ വെടിവെച്ചിട്ടുണ്ട്? അല്ല ഒത്തിരി ആനയെ വെച്ചിട്ടുണ്ട്. അല്ല ആന എങ്ങനെ ഇരിക്കുമോ? എന്നിട്ട് പറയൂ ആന എങ്ങനെ ഇരിക്കുമെന്ന്. ആന ഇങ്ങനെ സംഭ്രമം കൂട്ടിയിരിക്കും. അല്ല ആന എന്ത് അല്ലടാ എങ്ങനെയാണ് സാറേ? ഞാൻ അതായത് എന്തോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തുവാ? പുള്ളി ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. നമ്മള് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. പുള്ളി ദേഷ്യപ്പെടേണ്ട കാര്യം. പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് ആനയെ കുറിച്ച് നല്ല രീതി അറിയാം. ഒരു കാര്യം, എന്റെ ആന ഇവിടെ വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു ആനയ്ക്ക് ഇല്ലാത്ത സ്വഭാവം ആനയ്ക്കുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. നോർത്ത് പോയിന്റ് ഇത് അങ്ങനെ ഇങ്ങനെ വേറെ ആരും ചോദിച്ചാൽ ഞാൻ പറയാത്തതാണ്. സാറായോണ്ട് ഞാൻ പറഞ്ഞു ഈ അവന്റെ ആന ഇങ്ങനെ നോക്കി നിന്നിട്ട് ഈ ചെവി ഇങ്ങനെ ഇങ്ങനെ ആട്ടുന്നു. ഞാൻ ചോദിച്ചതേ നിങ്ങളുടെ ആനയ്ക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാന്നുള്ള കാര്യം. കാരണം എന്താ പറയുക, ആനയ്ക്ക് ഒരു അടയാളം ചിലപ്പോ തുമ്പിക്കയിൽ കളർ വ്യത്യാസം വരുത്തലാണ്. അതിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്തുവാ? ആന ഞാൻ പറയട്ടെ, സത്യം പറയട്ടെ, നമ്മൾ ആനക്ക് അങ്ങനെ അടയാളം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആന എപ്പോ കണ്ടാലും എന്നെ ഇങ്ങനെ വിളിക്കും. മനസ്സിലായോ? എന്നെ കണ്ടു കഴിഞ്ഞാൽ നീ കൂടുതൽ സംസാരിക്കില്ലേ സാറേ? ഈ ആന പോകാൻ കാരണം അവന്റെ പിടിപ്പീടുണ്ടാണ്. പിടിപ്പീടുണ്ടാണ്. സാധാരണ ഒരു അമ്പലത്തിലെ ആന ഇത് കണക്ക് ബഹളം ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ പാപ്പായി തോറ്റിട്ട് പിടിച്ചവിടെ നിലക്കി നിർത്തും. എന്റെ പിടിപ്പ് എനിക്ക് കഴിവുകൊണ്ടാണ് ഞാൻ ഓടിയത്. അതെന്തോ വർത്തമാനാണ് ഞാൻ പറഞ്ഞത്. എന്റെ കഴിവുകൾ പിന്നല്ലാതെ എടാ എന്നെ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. അതായത് നമ്മുടെ പ്ലാച്ചനംകോട് അമ്പലത്തിൽ ആനയടഞ്ഞു. പ്ലാച്ചനംകോട് നല്ല സ്ഥലം. എന്റെ ദൈവമേ, ആനയടഞ്ഞ് അമ്പലം മൊത്തം അടിച്ച് പൊളിച്ച്. അതിന്റെ അപ്പുറത്താ 16 വണ്ടിയാണ് കുത്തിപറിച്ചത്. അവിടെയുള്ള കട മൊത്തം അങ്ങ് ആന അടിച്ചു തകർത്ത് നിൽക്കുക. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? കുളിമുറിയിൽ നിന്ന് കുളിച്ചോണ്ടിരിക്കുവാണ്. ഇത് ഞാൻ അറിഞ്ഞതും ഒന്നുമില്ലാതെ ഞാൻ അങ്ങോട്ട് വന്നത്. അതല്ലെന്ന്, ഈ തോട്ടി പടി ഒന്നും ഇല്ലാതെ ഞാൻ അങ്ങോട്ട് വന്നത്. അവിടെ വന്നപ്പോഴത്തേക്ക് ആന എന്നെ ചിറഞ്ഞൊരു നോട്ടം. ഞാൻ ആ സമയത്ത് എന്റെ കൈ ഇങ്ങനെ നേരെ അതിന്റെ കൃഷ്ണമണിയിലോട്ട് അങ്ങ് ചൂണ്ടി ഇങ്ങനെ അങ്ങ് കാണിച്ചതും ആന പെട്ടെന്ന് മുട്ടങ്ങ് മടക്കിട്ട് കൊമ്പെടുത്ത് നിലത്ത് കുത്തി നേരെ തറയിൽ എഴുതുക, മാപ്പ്, ഇനി ഞാൻ ഇത് ആവർത്തിക്കത്തില്ല. പിന്നല്ലാതെ അത്ര പേടിയല്ലേ എന്റെ. ഇതെങ്ങനെ സാധിക്കുന്നു? ഒരുപാട് നല്ല നല്ല പാപ്പാമാരുടെ കൂടെ ഒന്ന് പണി പിടിച്ചതല്ലേ, അങ്ങനെയൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ്. അതല്ല പിന്നെ ഈ നുണക്കഥ മീറ്റർ തെറ്റാതെ എങ്ങനെ അടിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാരണം നിങ്ങൾ ആനെ പിടിക്കാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ കാര്യങ്ങൾ? അതെല്ലാം കൊണ്ടുതാ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താ അതെല്ലാം കാര്യം നടക്കുള്ളൂ. ആന അമ്മ പെട്ടെന്ന് കയറി വെടിവെക്കാൻ പറ്റൂ. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? പുഴുങ്ങിയ മുട്ടയാ? പുഴുങ്ങിയ മുട്ട. ഓക്കെ. തെച്ചിപ്പൂ ഉണ്ടല്ലോ അല്ലേ? തോർത്തുണ്ട്. ഉണ്ടല്ലോ. തെച്ചിപ്പൂ എന്ത് ചെയ്യും? മുന്തേൽ വെള്ളം ഉണ്ടല്ലേ? തെച്ചിപ്പൂ എടുത്ത് നെറുകന്തല വെക്കൂ. രണ്ടുപേരും വെക്കൂ. നെറുകന്തല വെ. എന്നിട്ട് ആനയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്കുന്നുണ്ടോ? കളിക്കല്ലേ? ഇതെന്താ സംഭവം? എന്തോ സാറേ രാവിലെ എനിക്ക് താറാമുട്ട കഴിക്കുന്ന ശീലമുണ്ട്. അത് വേണം, അത് ഫസ്റ്റ് വേണോ? കഴിക്കാനുള്ളതാണ്. പിന്നെ അത് വേണ്ട. എന്നിട്ടല്ലേ വെടിയപ്പുള്ളൂ. പിന്നെ തെച്ചിപ്പൂ ഞങ്ങളുടെ ഉച്ച വെച്ചെന്തിന്
ഈ തെച്ചിപ്പൂവിന്റെ ബലത്തിലാണ് നിങ്ങൾ ഇതെല്ലാം മേടിച്ചത്. ഇല്ലെങ്കിൽ അത് വെക്കത്തില്ല. നിങ്ങൾ ഇതൊന്നും കൊണ്ടുവയ്ക്കത്തില്ല ഇവിടെ. ഇത് ചുമ്മാ ഉടായ്പ പരിപാടി കൊണ്ട് നടക്കണം. ഇയാൾക്കൊന്നും അറിയത്തില്ല. എനിക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ ആടുത്താണ് എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയുന്നത്. ആടുത്താണ് പറയുന്നത്. നിങ്ങൾക്കൊന്നും പറഞ്ഞു ഒരു നല്ലൊരു ആനയുടെ പേര് പറഞ്ഞാണ്. നല്ലൊരു ആനയുടെ പേര് പറഞ്ഞു. ജഗന്നാഥൻ. ചമ്പക്കര ജഗന്നാഥൻ ആന ഭയങ്കര പ്രശ്നക്കാരനാണ്. ഭയങ്കര പ്രശ്നക്കാരൻ വെച്ചാൽ ഒരുപാട് പേരെ ഓട്ടിച്ചിട്ട് കുത്തിയിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്ന് മയക്കോടി വെക്കാനായിട്ട് ചെന്നപ്പോഴേ എന്നെ പത്തലൂരി ഒരു ഒറ്റ ആടി. ഞാൻ വിടോ, ഞാൻ പറഞ്ഞ് പാപ്പൻ്റെ തളയ്ക്കാൻ പറഞ്ഞ് ആന തളയ്ക്കാൻ പറഞ്ഞ് തളച്ചിട്ടേ 2 മാസം പട്ടിണി കിട്ടും. 2 മാസം വെള്ളം പോലും കൊടുക്കലെന്ന് പറഞ്ഞു. ജഗന്നാഥന് വെള്ളം പോലും കൊടുക്കലെന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോ എന്റെ വീട്ടിന്റെ സിറ്റ് ഔട്ടില്ലേ ഈ ചങ്ങല ഊരിക്കൊണ്ട് വെച്ചേക്കുന്ന ആന പട്ടിണിയല്ലേ. എന്നിട്ട് നേരെ തൊഴുത്തിൽ പോയി, പശുവിനെ കെട്ടിക്കണ തൊഴുത്തിൽ തുമ്പിക്കൈ ചുറ്റി സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നിന്ന് കാടി ഓടിക്കുന്നു. അങ്ങനെ ചെയ്യിപ്പിച്ചോണ്ടാണ് ഞാൻ. അപ്പൊ അതാണ് സാറ് പറഞ്ഞ ആന മരിഞ്ഞാ തൊഴുത്തി കിട്ടുമോ എന്ന് ചോദിക്കണത് അല്ലേ? ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതിനൊരു ക്ലൈമാക്സ് ഇല്ലായിരുന്നു. എന്റെ ഈ കഥ എവിടെ കൊണ്ടെത്തിക്കുമെന്നും പറഞ്ഞാൽ നിൽക്കുക. താങ്ക് യു. എത്രയും പെട്ടെന്ന് ആനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യം. സാറേ, നിങ്ങൾ എന്റെ ഒരു കാര്യം മനസ്സിലാക്കുക. എന്താണ് ഇയാളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത്. ഇയാളുടെ ഡാൻസ് കാരണമാണ് എന്റെ ആന കാട്ടി കയറി പോയത്. നീ ഡാൻസ് കൊള്ളൂലെന്ന് പറഞ്ഞു. ഡാൻസ് ഒരു നിമിഷം കണ്ടിട്ടാണ് പറയേണ്ടത്. കൊള്ളൂലോ എന്താ പരിപാടി? എന്താ സംഭവം? കുച്ചിപ്പൊടി പിന്നല്ലാതെ എങ്ങനെ ഞാൻ കളിക്കണോ? അല്ല, അത് എങ്ങനെ സംഭവം? വേണോ? ഈ പാത്രത്തിന്റെ അടുത്ത് മേളിൽ കയറി എന്നിട്ട് ഡാൻസ് കളിക്കും. അത് കാണിച്ചു തരാം ഭഗവാനെ. ഓ, ഇതല്ലേ ഇത് സംഭവം. ആന 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 വന്നു. ആന എന്താ സംഭവം? എന്താ സംഭവം? എന്താ ആന പാട് നോക്കി പോയി. നിങ്ങൾ എന്തിനാണ് ഇത് കാണിക്കുന്നത്? വെടിവെക്കാൻ സമ്മതിക്കില്ല. ഡാൻസ് കാണാൻ പറഞ്ഞപ്പോഴേ നിങ്ങളല്ലേ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തായാലും ഇപ്പൊ ഈ ആനയെ വെടിവെക്കാനായിട്ട് പോവാണ്. ഇത് വെടിവെച്ച് കഴിഞ്ഞാ എത്ര സമയത്തേക്ക് മയങ്ങും? ഇതൊരു 5 ദിവസത്തേക്ക് മയങ്ങും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്. ആനയെ വെടിവെക്കുമ്പോ അതിന്റെ തുമ്പിക്കൈ എത്താത്ത സ്ഥലത്ത് വേണം വെടിവെക്കാനായിട്ട്. അത് ഞാൻ ശ്രദ്ധിച്ചോ. കാരണം അല്ലെങ്കിൽ എന്തെന്നറിയാമോ, ഈ തുമ്പിക്കൈ എത്തുവാണെന്നുണ്ടെങ്കിൽ ആന ഇത് പറിച്ചൊക്കെ കളയും. പിന്നെ നോക്കിക്കോണം. ശ്രദ്ധിച്ചോളാം. വെക്കട്ടാ? വെച്ചോ വെച്ചോ. ചെന്നെടുത്ത വണ്ടിയെല്ലാം കൊണ്ട് പോയിട്ട് ആനക്ക് കൊണ്ടില്ല. ആനക്ക് കൊണ്ടില്ലേ? ആനക്ക് കൊണ്ടില്ലെന്ന്. പിന്നെ ഞാൻ വിട്ടിപ്പോ വെച്ച വെടി ആനക്കൊണ്ടില്ല. ഓ ഇല്ല, തെങ്ങിന്റെ മണ്ടല തേങ്ങയിലിരിക്കും. നിങ്ങൾ എവിടെ കൊള്ളിക്കണോന്നാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞെന്തോ ആനയുടെ തുമ്പിക്ക് എത്താത്ത സ്ഥലത്ത് കൊള്ളിക്കണോ. ആന തുമ്പിക്കൈ കൊണ്ട് ആ തെങ്ങിന്റെ മുകളിൽ എത്തോ? അവിടെ തന്നെ കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതോടെ ഞാൻ ആ തേങ്ങയിൽ നെറ്റിപ്പട്ടോ കെട്ടി തോട്ടി പടി കൊണ്ട് നടക്കണമെന്നാണ് പറഞ്ഞത്. ആന ഞാൻ വെടിവെച്ചത്, ഞാൻ കൊണ്ടുപോയി. ദൈവമേ, സമാധാനമായി. ആന എന്തായാലും വെടിവെച്ചില്ല. എനിക്കിനി കറക്റ്റായിട്ട് ആനയെ തിളക്കുക, മുതലാളിയുടെ അടുത്തോട്ട് പോവുക, കണ്ടത്തിൽ രാജ്യം വിളി കേൾക്കാതിരിക്കുക. അതാണ് എന്റെ സന്തോഷമായിട്ട്. ഒരുപാട് സന്തോഷം. അപ്പൊ ചെങ്ങന്നൂർ അമ്പലത്തിന്റെ പിറകുവശത്ത് ഹൗസ് നമ്പർ 412. ഭാര്യയുടെ പേര് വനജ. അറിഞ്ഞിരിക്കണം. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? വെടി കൊണ്ടത് എന്റെ മൂട്ടിലാണ്. അതെന്നെ എപ്പോ വേണോ മയങ്ങി വീഴാം. കൊച്ചുപടി സൂക്ഷിച്ച് വെയ്യടാ. വെടി